നമസ്കാരം. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിൽ തൊഴിൽ ചെയ്യുന്ന പലരുമുണ്ട്. അവർ ആ മേഖലയിൽ സക്സസ് ആയിരിക്കും. അത് പത്രപ്രവർത്തനമാണെങ്കിലും സർക്കാർ ഉദ്യോഗമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഡോക്ടറാണെങ്കിലും ഒക്കെ. പക്ഷെ അവരുടെ പാത പിന്തുടരാൻ മക്കളെ കിട്ടുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇന്നത്തെ കാലത്തെ മക്കളെ പഴയതുപോലെ നമുക്ക് നമ്മുടെ വഴിയിലൂടെ കൃത്യമായി കൊണ്ടുപോകാൻ സാധ്യമല്ല. അവർക്ക് അവരുടേതായ ലോകമുണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്, മുൻഗണനകളുണ്ട്. പലപ്പോഴും പലരും കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കുന്ന പല പ്രസ്ഥാനങ്ങളും മക്കൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് കൊണ്ട് ഇടയ്ക്ക് അവസാനിപ്പിക്കേണ്ടി വരും. പല വലിയ പ്രസ്ഥാനങ്ങളുടെയും സ്ഥിതി അതാണ്. മക്കൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപുഷ്പം ഹോസ്പിറ്റലുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ പിടിച്ചു നിർത്തിയത് ഡോക്ടർ മാത്യു എന്നു പേരുള്ള ചെറുപുഷ്പം ഹോസ്പിറ്റലിന് ഉടമയാണ്. പണ്ട് അദ്ദേഹം അവിടെ വന്ന് ഒരു ക്ലിനിക്ക് തുടങ്ങി അതൊരു ഹോസ്പിറ്റലാക്കി മാറ്റിയതാണ്. MBBS ഉള്ളൂ, PG ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈപുണ്യം അത്രമാത്രം പ്രസിദ്ധമാണ്. മുക്കൂടുതറയാണ് ആശുപത്രി. മുക്കൂടുതറ മാത്രമല്ല, ഇടകടത്തി, ചാത്തന്തറ, കൊല്ലമള, തുലാപ്പള്ളി, കണമല, പമ്പാവാലി, ഉമ്മിക്കുപ്പ, അനേകം ഇടങ്ങളിലെ അനേകം പേരുടെ ജീവൻ സംരക്ഷിച്ചത് ചെറുപുഷ്പാശുപത്രി ഡോക്ടർ മാത്യു. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ്. 2 പേരും ഡോക്ടർമാരാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയി അന്വേഷിച്ചപ്പോൾ 2 പേരും അവിടെ ഇല്ല. ഒരാൾ വിദേശത്താണ്, ഒരാൾ ഇന്ത്യയിൽ തന്നെ വലിയൊരു ആശുപത്രിയിൽ പണിയെടുക്കുന്നു. ഇതാണ് മക്കളുടെ കാര്യം. അവർക്ക് എങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് രാവന്തിയോളം പണിയെടുക്കാനൊന്നും താല്പര്യമുണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലും കഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഒരു ആശങ്ക മക്കളുടെ അവസ്ഥ എങ്ങനെയാവുമെന്നാണ്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് പല അപവാദ കഥകളെയും നുണപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സത്യം പറയേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ മുമ്പോട്ട് പോവുകയാണ്. 3 മക്കളുണ്ട്. അവർ ഈ വഴിയെ വരുമോ? ഉറപ്പൊന്നുമില്ല. എന്നാൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാകുന്നൊരു അനുഭവം ഉണ്ടായി. എൻ്റെ മകൾ ഇപ്പോൾ GCSEക്ക് പഠിക്കുകയാണ് ബ്രിട്ടനിൽ. 16 വയസ്സാണ്. വളരെ അത്ഭുതകരമായി, അപ്രതീക്ഷിതമായി അവളുടെ 2 ഇടപെടലുകൾ വലിയ ആവേശം നൽകി. ഒന്ന്, ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. 25 വർഷമായി ഞാനും ബോബിയും തമ്മിൽ വിവാഹം കഴിച്ചിട്ട്. 25 വർഷം പൂർത്തിയായപ്പോൾ അവൾ തന്നെ ഒരു ചെറിയ പരിപാടി, അവളുടെയും അവളുടെ അനിയൻ്റെയും കൂട്ടുകാരെയൊക്കെ വിളിച്ച്, എൻ്റെ അടുപ്പമുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു ചെറിയ പരിപാടി അവൾ പദ്ധതിയിട്ടു. വളരെ ഭംഗിയായി തന്നെ അത് അവൾ അവതരിപ്പിച്ചു. ഇതിനെ ആങ്കർ ചെയ്തതും ആളുകളെ വിളിച്ചതും ഒരു വൈബ് ഉണ്ടാക്കി കൊടുത്തതുമൊക്കെ അവളാണ്. വളരെ മനോഹരമായി തന്നെ അവൾ അത് കൈകാര്യം ചെയ്തു. ആരുടെയും ട്രെയിനിങ് ഇല്ല. ആദ്യമായി അവളുടെ അരങ്ങേറ്റമായിരുന്നത്. വളരെ സന്തോഷം തോന്നി. തൊട്ടു പിന്നാലെയാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ്റെ ആദ്യ അവാർഡ് നിശ ബർമിംഗ്ഹാമിൽ നടന്നത്. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് നടത്താൻ തുടങ്ങിയിട്ട് 11 വർഷമേ. വലിയ പരിപാടിയാണ്. ഓരോ വർഷവും UK ഏതെങ്കിലും ഒരു നഗരത്തിൽ വെച്ചായിരിക്കും ഒരു 5000 പേരെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കും. കഴിഞ്ഞ തവണ ലെസ്റ്ററിലായിരുന്നു. ഞാൻ അതേക്കുറിച്ച് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഇക്കുറി അത് നടക്കാൻ പോകുന്നത് ജൂലൈ മാസം 5-ാം തീയതി പീറ്റർബറോയിൽ വെച്ചാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ UK മലയാളികളാണെങ്കിൽ, അവരുടെ ബന്ധുക്കളാണെങ്കിൽ ഇക്കാര്യം അവരോടൊന്ന് പറഞ്ഞ് കുറിച്ചു വയ്ക്കണം. ജൂലൈ മാസം 5-ാം തീയതി പീറ്റർബറോയിൽ വെച്ചാണ് നടത്തുന്നത്. വലിയ പരിപാടിയായിരിക്കും. UK നടക്കുന്ന ഏറ്റവും വലിയ ഒരു കൾച്ചറൽ പ്രോഗ്രാം ആയിരിക്കും ബ്രിട്ടീഷ് മലയാളി അവാർഡിനായി. എന്നാൽ അതിന് പുറമെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ കഴിഞ്ഞ 12 വർഷം കൊണ്ട് 15 കോടി രൂപയിലധികം അർഹതപ്പെട്ടവർക്ക് നൽകിയ ഒരു ചാരിറ്റിയാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ. ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കരുതുന്നത് അതിന് തുടക്കമിടാൻ പറ്റിയെന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ മാഞ്ചസ്റ്ററിൽ താമസിക്കുന്ന അതിരമ്പഴക്കാരനായ സാബു ചുണ്ടക്കാട്ടില. 15 അംഗങ്ങളുണ്ട് ട്രസ്റ്റിൽ. അവര് ഇക്കുറി ഒരു തീരുമാനമെടുത്തു. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് മാത്രം പോരാ, ചാരിറ്റി ഫൗണ്ടേഷനും ഒരു അവാർഡ് നൈറ്റ് വേണമെന്ന്. അങ്ങനെ ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവാർഡ് നൈറ്റിന് ബർമിംഗ്ഹാമിൽ വെച്ച് നടത്തി. ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് പോലെ വിപുലമായ ഒന്നല്ല. കുറച്ച് മണിക്കൂറുകൾ, 4-5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അവാർഡുകൾ കൊടുക്കും, അർഹതപ്പെട്ടവർക്ക് അവാർഡ് കൊടുക്കും. കൂടാതെ കൾച്ചറൽ ഈവൻസ് ആണ്. വിവിധ മേഖലകളിലുള്ളവർക്ക്, ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികൾക്ക്, സംഘടനകൾക്ക്, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് അവാർഡുകൾ കൊടുത്തു. ഒപ്പം എൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഫൗണ്ടേഴ്സ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡ് കൂടി ഏർപ്പെടുത്തി. അതായത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരാളെ ഫൗണ്ടർ എന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത് ആ പുരസ്കാരം ആദ്യം കൊടുത്തത് ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന അതിരമ്പുഴക്കാരനായ ഷാജി ലൂക്കോസിനാണ്. ഈ ചാരിറ്റിക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച് കുറേ കാലം അദ്ദേഹം ചെയർമാനായിരുന്നു. ഇപ്പോൾ ട്രസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ഇതിന് മുഴുവൻ പേപ്പർ വർക്കുകളും നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഷാജിയാണ്. അതുകൊണ്ട് ഷാജിക്കാണ് പുരസ്കാരം കൊടുത്തത്. ചില പരിമിതികൾ ഉണ്ടായിരുന്ന ആദ്യത്തെ അവാർഡ് നൈറ്റ് എന്ന നിലയിൽ ആ പരിചയക്കുറവ് ഇക്കുറി ഇവിടെ സംഭവിച്ചിരുന്നു. അല്പം വൈകിയാണ് തുടങ്ങിയത്. സാധാരണ ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് തുടങ്ങുമെന്ന് പറയുന്ന സമയത്ത് തന്നെ തുടങ്ങും. രാവിലെ 11-നാണ് തുടങ്ങുന്നത്, രാത്രി 10 വരെ കാണും. എന്നാൽ ചാരിറ്റി ഫൗണ്ടേഷൻ അവാർഡ് നൈറ്റ് 3:30 തുടങ്ങുമെന്നാണ് പറയുന്നത്. പക്ഷേ 4:30-ക്കാണ് തുടങ്ങിയത്. മാത്രമല്ല ആ ഹാളിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ സൗകര്യം കൂടിയ ലൈറ്റും മൈക്കും സൗണ്ടും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ മനോഹരമായിരുന്നു ലൈറ്റും മൈക്കും സൗണ്ടും ഒക്കെ. ഞങ്ങളുടെ സുഹൃത്ത് തന്നെ സൗത്ത് ആംപ്ടണിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ലിസിയുമാണ് അത് അറേഞ്ച് ചെയ്തത്. നാമമാത്രമായ പണമാണ് അവർക്കൊക്കെ കൊടുക്കുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ, ഈ അവാർഡ് നൈറ്റിൻ്റെ ചെലവെന്ന് പറയും, ഇത്രയധികം കൾച്ചറൽ ഇവന്റ്സ് ഉള്ള ഈ അവാർഡ് നൈറ്റിന് ചെലവെന്ന് പറയുന്നത്
കേവലം 3000 പൗണ്ടാണ്. 2500 പൗണ്ട് സ്പോൺസർഷിപ്പായി കിട്ടി. 1000 പൗണ്ട് ലൈഫ് ലൈൻ ഇൻഷുറൻസ് കമ്പനിയും 1000 പൗണ്ട് ഏലൂർ കൺസൾട്ടൻസി നൽകിയപ്പോൾ ടിഫിൻ ബോക്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് 500 പൗണ്ട് നൽകി. അങ്ങനെ 2500 പൗണ്ട് സ്പോൺസർഷിപ്പായി കിട്ടി, 3000 പൗണ്ട് ചെലവായി. ആ 3000 പൗണ്ടിലാണ് ഈ പരിപാടി നടത്തിയെന്ന് ഓർക്കണം. വലിയ കൾച്ചറൽ ഇവന്റ് ആയിരുന്നു. ഏതാണ്ട് 1000-ഓളം പേർ പങ്കെടുത്തു. ഒരുപാട് നൃത്തങ്ങളും പാട്ടുകളും നമ്മുടെ പരമ്പരാഗത സാധനങ്ങൾ മനോഹരമായി തന്നെ അവതരിപ്പിച്ചെങ്കിൽ പോലും ബ്രിട്ടീഷ് മലയാള അവാർഡ് നൈറ്റിന്റെ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ല. പക്ഷെ മനോഹരമായിരുന്നു. ഇതിലൊരു അവതാരികയായി ഗംഗോത്രി ഉണ്ടായിരുന്നു. 4-5 അവതാരകരുണ്ടായിരുന്നു. അഞ്ജലി, സൈറ, ജിതേഷ് നായർ, രാജീവ് ജോൺ, ഇങ്ങനെ 4 അവതാരകർ കൂടി അവർക്കുണ്ട്. അവരായിരുന്നു പ്രധാന അവതാരകർ. ഗംഗോത്രി ഞങ്ങളുടെ വിവാഹ വാർഷികം അവതരിപ്പിച്ചത് കണ്ട് ഇഷ്ടപ്പെട്ട് അതിലുണ്ടായിരുന്ന ചാരിറ്റി ഫൗണ്ടേഷൻ സംഘാടകരാണ് ഗംഗോത്രിയെ കൂടി ചാരിറ്റി ഫൗണ്ടേഷൻ അവാർഡ് നൈറ്റിൽ അവതാരികയെ വിളിച്ചത്. കുറച്ചു ഭാഗം മാത്രമാണ് അവതരിപ്പിക്കാൻ, പക്ഷെ ഭംഗിയായി അവൾ ചെയ്തു എന്നത് വളരെ അഭിമാനം നൽകുന്നു. കാരണം ഒരു സീൻ ഉണ്ടാവും. ഒരിക്കൽ ഒരു പരിപാടിയുടെ ഇൻട്രഡക്ഷൻ പറയാൻ വേണ്ടി അവൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് മൈക്കിൽ നിന്ന് വലിയ ശബ്ദമുണ്ടാകും. ആരാണെങ്കിലും പേടിച്ചു പോകും. അവളും പേടിച്ചു വെട്ടിയ ഉടൻ തന്നെ അവൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ പേടിച്ചതല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ പേടിക്കരുതേ എന്ന് ഉപദേശിക്കാൻ വേണ്ടി കാണിച്ചതാണെന്ന് പറഞ്ഞ് അവൾ തഗ്ഗടിച്ച് ശ്രദ്ധ നേടി. ഇങ്ങനെ സ്വാഭാവികമായി അവൾ വർത്തമാനം പറഞ്ഞ് ഈ പരിപാടിയെ മുമ്പോട്ട് കൊണ്ടുപോയത് എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നി. എൻ്റെ വഴിയെ സഞ്ചരിക്കാൻ 3 മക്കളിൽ ഒരാളെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായി എന്നത് സന്തോഷകരമാണ്. എന്തായാലും അവാർഡ് നൈറ്റ് മനോഹരമായി നടന്നു. എല്ലാവർക്കും നന്ദി. ബർമിംഗാമിലെ 4 സംഘടനകൾക്ക് പ്രത്യേകം നന്ദി പറയേണ്ടതുണ്ട്. BCMC, കേരള വേദി, എഡിൻഡൻ മലയാളി അസോസിയേഷൻ, സട്ടൺ കോൾഫിൽ ഇന്ത്യൻ അസോസിയേഷൻ, കേരള കൾച്ചറൽ അസോസിയേഷൻ, പിന്നെ ഭീം അല്ലെങ്കിൽ ബർമിംഗാം മലയാളി ഹിന്ദു അസോസിയേഷൻ, ഇവരൊക്കെ ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. ഒപ്പം ഈ പറയുന്ന ജോർജ് എടത്തുവ എന്ന് പറയുന്ന ചാരിറ്റിയുടെ പഴയ ചെയർമാൻ, അതേപോലെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത് സാബു ചുണ്ടക്കാട്ടിൽ അസാധാരണമായ നേതൃപാടവത്തോടെ ചെയർമാൻ എന്ന നിലയിൽ നേതൃത്വം കൊടുത്തു. ജഗദീഷ് നായർ കൺവീനറായിരുന്നു. സോജൻ നമ്പ്യാമ്പറമ്പിൽ, സനൽ പണിക്കർ തുടങ്ങി പത്മകുമാർ തുടങ്ങിയ ധാരാളം പേർ, എല്ലാവരുടെയും പേരെടുത്തു. ഇവരെല്ലാം കഷ്ടപ്പെട്ടതുകൊണ്ടാണ് നടന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടറായ ടോം ജോസഫ് യുവ പ്രതിഭകൾക്ക് പുരസ്കാരം കൊടുക്കാനെത്തിയിരുന്നു. മുൻ ക്രോയിഡോൺ മേയറും ഇപ്പോൾ കൗൺസിലറുമായ ലേബർ പാർട്ടി നേതാവുമായ മഞ്ജു ഷാഹുൽ ഹമീദ് അടക്കം ധാരാളം പേർ എത്തിയിരുന്നു. അതിമനോഹരമായ ഒരു പരിപാടിയായിരുന്നു. എല്ലാ വർഷവും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ വ്യത്യസ്തമായ വേദികളിൽ ഇത്തരം ഒരു മിനി അവാർഡ് നൈറ്റുകൾ നടത്തുകയും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ആദരിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു മികച്ച ചാരിറ്റി സംഘടനയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഒരുക്കിയ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ലിസി നേതൃത്വം കൊടുക്കുന്ന അമ്മ ചാരിറ്റിയാണ്. ഫാദർ ജോർജ് പുത്തൂർ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന്റെ എല്ലാ പ്രധാനപ്പെട്ട ചാരിറ്റി ഇനിഷ്യേറ്റീവുകളിലും 4 സ്കൈ ഡൈവിംഗ് അടക്കം പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പേർ അവാർഡിന് അർഹരായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.